ഹലോ, ഇന്നൊരു മോർണിംഗ് റൂട്ടീനാണ് കാണിക്കുന്നത്. രാവിലെ ഒരു 5:30 ഒക്കെ ആകുമ്പോഴത്തേക്കും കിച്ചണിലേക്ക് ഇറങ്ങും. അങ്ങനെ ഇറങ്ങിയാൽ മാത്രമേ ഉള്ളൂ 6:30 ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒരാൾക്ക് ബ്രേക്ക്ഫാസ്റ്റാണ് കൊണ്ടുപോകേണ്ടത്, ഒരാൾക്ക് ലഞ്ച് കൊണ്ടുപോകണം. അപ്പോൾ നേരത്തെ തന്നെ ആവാൻ വേണ്ടിയിട്ട് തലേന്ന് തന്നെ എന്ത് ചെയ്യും, വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നേരത്തെ നമുക്ക് പണികളൊക്കെ ഒരുക്കാമല്ലോ. അപ്പോൾ അന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ളത് പാലപ്പം മുട്ടക്കറിയാണ്. പാലപ്പം ത്തിന് തലേന്ന് തന്നെ അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലതായിട്ട് തന്നെ പൊങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടി. പിന്നെ നമ്മൾ അതിലേക്ക് ഒരു സിമ്പിളായിട്ടുള്ളൊരു എഗ്ഗ് കറിയാണ് ഉണ്ടാക്കുന്നത്. ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് വഴറ്റിയതിന് ശേഷം ചൂടാറിയിട്ട് അത് മിക്സിയിലൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒന്ന് കൂടി ചൂടാക്കി എടുക്കുമ്പോൾ ആ സമയത്ത് അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക. പാലൊഴിച്ചതിന് ശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട കൂടി അതിലിട്ടിട്ട് കുറച്ച് കസൂരി മേത്തി മല്ലിയിലേക്ക് ഉണ്ടെങ്കിൽ അതുകൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ടൊമാറ്റോ പേസ്റ്റും കൂടി ആഡ് ചെയ്യാം. നല്ല ടേസ്റ്റ് ആട്ടോ കറിക്ക്. പൊറോട്ടയുടെയും അതേപോലെ പാലപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള കറിയാണ്. നമുക്ക് രാവിലെ തേങ്ങ അരയ്ക്കാനൊന്നും സമയമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പശുപാൽ ഒഴിച്ചാൽ മതി. പിന്നെ പാലപ്പം അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചിന് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലും അതേപോലെ ലഞ്ചിനും ഉള്ളതൊക്കെ ആ സമയത്ത് തന്നെയാണ് റെഡിയാക്കി എടുക്കുക. അപ്പോൾ നമുക്ക് നേരത്തെ പണികളൊക്കെ കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാം സെറ്റാവും. അപ്പോൾ ലഞ്ചിനുള്ളത് കോവയ്ക്കുപ്പേരിയും അതേപോലെ ചിരങ്ങ തേങ്ങ അരച്ച് വെച്ച കറിയാണുള്ളത്. ഒപ്പം ഒരു പൊട്ടാറ്റോ ഫ്രൈ ഉണ്ടായിരുന്നു. കാരണം എന്തെങ്കിലും ഫ്രൈ ഇല്ലയെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ചോറുന്നുമ്പോൾ ആ സമയത്ത് അവർക്ക് എന്തെങ്കിലും ഒന്ന് വേണം. അപ്പോൾ പൊട്ടാറ്റോയോ അല്ലെങ്കിൽ സോയാബീൻ എന്തെങ്കിലും ഒന്നും ഉണ്ടായിരിക്കും. അപ്പോൾ ഒന്ന് പൊട്ടാറ്റോ ഫ്രൈ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാം റെഡി ആയിട്ടുണ്ട്. 6:30 ആകുമ്പോൾ അവർ ചായയൊക്കെ കുടിച്ച് റെഡിയാകാൻ പോയിട്ടുണ്ട്. ആ സമയത്ത് ടിഫിൻ ബോക്സ് സെറ്റ് ചെയ്യാണ്. എല്ലാം ആക്കിയിട്ടുണ്ട്. ഒരാൾക്ക് അപ്പം മുട്ടക്കറി ആക്കിയിട്ടുണ്ട്, മറ്റാൾക്ക് ചോറും എല്ലാം കൂടി ഉച്ചയ്ക്കുള്ള എല്ലാം ആക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവരൊക്കെ മക്കളൊക്കെ പോയതിന് ശേഷം പിന്നെ തൊടിയിലേക്ക് ഇറങ്ങും. നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീടിൻ്റെ പരിസരത്ത് തന്നെയാണ്. നല്ല രസമാണ് കാണാൻ. ആ തോട്ടത്തിൻ്റെ ബാക്കിലായിട്ട് വീടിൻ്റെ ബാക്കിൽ തന്നെ പുഴയാണുള്ളത്. അപ്പോൾ നല്ല രസമാണ് കാണാൻ. പിന്നെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമ്മൾ തൊടിയിൽ തന്നെ ഉണ്ട്. രാവിലെ ഒന്ന് നടക്കാൻ ഇറങ്ങുമ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ്. രാവിലെ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ തണുപ്പുള്ള സമയത്ത് ഇങ്ങനത്തെ ഒരു കാലാവസ്ഥയിൽ രാവിലെ എത്ര ദൂരം വേണമെങ്കിലും നമുക്ക് നടക്കാൻ ഒരു മടി ഉണ്ടാവില്ല. നല്ല രസമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.